ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു കേട്ടോ. ദേ ലൂണപ്പനുണ്ട് നമ്മളെ കൂടെ. ലൂണ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൂണയ്ക്ക് ഇങ്ങനെ തല തടവി കൊടുത്തു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ആധാരം വരെ നിങ്ങൾക്ക് അവനെ എടുത്തു തരും. അതാണ് ഇവിടുത്തെ പ്രധാന പൂച്ച സാറിൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ ദേ എന്നോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള്. പോവണേ ഇല്ല. ആൾക്ക് ഇങ്ങനെ തല തടവി കൊടുക്കണം, അതാണ് പ്രധാന ജോലി. അതിനുവേണ്ടി ഈ ബെഡിൽ കയറി വരും, അങ്ങനെ ദേ നിൽക്കും. അതിന് ശേഷം മതിലിലോട്ട് ഇത്തിരി വലിഞ്ഞ് കയറും, ആ കർട്ടനൊക്കെ വലിച്ച് പറിച്ചിടും. ഇതാണ് ആളുടെ പ്രധാന ജോലി. പിന്നെ തടവലും മസാജും ഒക്കെ ഞങ്ങൾക്ക് മുഖ്യമാണ്, കാരണം അതങ്ങനെയാണല്ലോ. പൂച്ച സാറിന് പ്രധാനം ഈ തടവലാണല്ലോ. അങ്ങനെ തടവി കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പോവാറായെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ റെഡിയായി പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എവിടെയാണ് പോണേന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എവിടെ പോകുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ ഞാനും ഇക്കാക്കുകയും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വൈദ്യരുടെ മുട്ടക്കടയിൽ പോകാമെന്ന് പറഞ്ഞു. പറവൂരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും നല്ല തിരക്കാണ് മക്കളെ, ഒരു രക്ഷയില്ല. അതിന് മാത്രം തിരക്കുണ്ട്, കാരണം ആള് വരുന്നത് അമ്മാതിരി ഉണ്ട്. സൺഡേയും കൂടിയാണല്ലോ, അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നല്ല വരവായിരുന്നു. അങ്ങനെ ദേ വൈദ്യരുടെ കടയിലെത്തി. ആൾ ദേ ഇങ്ങനെ മുട്ട പൊട്ടിച്ച ആ ചമ്മന്തിയും തേച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുമാണ്. ഓരോ ആൾക്കാർ പാർസൽ വാങ്ങിക്കാനും അതിനൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. കണ്ടില്ലേ, ദേ ഇതാണ് കേട്ടോ മുട്ട. അതിൻ്റെ നടുക്ക് ദേ കാന്താരി എന്തൊക്കെയോ മിക്സ് ആയിട്ടുള്ള ആയുർവേദ കൂട്ടാണ് കേട്ടോ അത് വെച്ച് പുളി തരും. നല്ല എരിവാണ്, ഒട്ടും എരിവ് കഴിക്കാത്തവർക്ക് പറ്റില്ല. അതാണ്. പിന്നെ ഞങ്ങൾക്ക് ആദ്യം കഴിച്ചപ്പോൾ ഭയങ്കര എരിവായി തോന്നി, പിന്നെ അതത്ര കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധനമെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 4 മുട്ടയും വാങ്ങിച്ച് നേരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ദേ അങ്ങനെ മുട്ടയും വാങ്ങിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. പെരുന്നാളിന് ഓർഡർ ചെയ്തതാണ് ഗൈസ്, കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോഴേക്കും ഞാൻ ദേ ഒരു മുട്ടയും എടുത്ത് കഴിച്ചു. ഒരു കട്ടൻ ചായ ഇല്ലാണ്ട് ഇത് കഴിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.